സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമന. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഡിവിഷനും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആയി പുതിയ സീസൺ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ഹാളന്റിന്റെയും നാഷണൽ ടീമിന്റെ പുതിയതായിട്ട് വന്ന പോർട്ട്വേ ഡേ ഓഫ് ദ ഡേ നിന്ന് അതേപോലെ തന്നെ നമ്മുടെ ഹാരി കെയിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോണന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും, മാനേജറും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം മച്ചാമന. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡിവിഷൻ ഓപ്പോണന്റും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പോണന്റായി വന്നിരിക്കുന്നത്. ഞാൻ ജേഴ്സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്. ഇനി എങ്ങനെയായിട്ട് നോക്കാം നമ്മുടെ ഓപ്പോണന്റ് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയം ഒന്ന് നോക്കട്ടെ. കസ്റ്റം സ്റ്റേഡിയം ആണ് ഗൈസ്, ഞാൻ കസ്റ്റം ചെയ്തിട്ടില്ല. പിന്നെ മച്ചാമാര് നമ്മുടെ മെയിൻ ചാനലാണ് നമ്മൾ റിയൽ സെഞ്ചുറിയാണ് ലൈവ് ഉണ്ടാവുക ഗൈസ്. അപ്പം ആഗ്രഹിച്ചത് ഒരു ഓപ്പോണന്റ് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഓപ്പോണന്റ് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഹാരിക്കൻ, ഇംഗ്ലണ്ട്, ജെറാഡ്, പ്ലാറ്റിനി, ഒലിവർ ഗാൻ, ബെബേറ്റോ, ഡ്രോപ്പ, ഫെറർ, ജെറാഡ് ഒക്കെയാണ്. നമ്മൾ ഡെഷാംസ് മാനേജറാണ്. ഒപ്പോണന്റ് നമുക്ക് നോക്കിയോ. അപ്പൊ ഗൈസ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഹാഫ് നമ്മുടെ സൂര്യയും മെസ്സിയും ഗ്രീസ്മാനും കടന്നോട്ടെ, എന്നിട്ട് നമുക്ക് ആക്കാന്ന് വിചാരിക്കുന്നത്. കാരണം നെയ്മർ ഫോം ഔട്ട് ആയിട്ടാണ് ഗൈസ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് നിലവിൽ നോക്കുകയാണെങ്കിൽ ഡെന്നിസ് ലോൺ SS വെക്കുന്നില്ല. ക്യാപ്റ്റൻ ഒലിവർഗാനായിരുന്നല്ലോ. അത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഫസ്റ്റ് ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാകുന്നു. ഓൾറെഡി ഞാൻ കുറച്ചാണ് ലൈവിൽ കളിച്ചായിരുന്നു, അതിനുശേഷമുള്ള ഒരു മാച്ചാണ്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഒപ്പോണന്റ്. മോറിൻഹോ ജാക്ക് എന്ന് പറഞ്ഞൊരു ഒപ്പോണന്റ് ആണ്. ഈ വെറൈറ്റി വെറൈറ്റി പേരുകളൊക്കെ വരും ഗൈസ്. നിങ്ങൾ ഏതെങ്കിലും മാനേജർ പാക്ക് ഒക്കെ ഏതൊക്കെ എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് താങ്ക് യു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെഷാംസിന്റെ അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ എല്ലാവരും ഉഷാറാക്കണം. റൈഗാർഡ്, നമ്മുടെ ഓട്ടോ, പിന്നെ ജെറാഡ്, പിന്നെ ഹാളന്റ് ഗൈസ്. എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ ഓപ്പോണന്റെയും എന്റെ ഹാളന്റും അല്ല രണ്ടുപേരും ഒന്ന് തന്നെയാണ്. കോസ്റ്റേട്ട, കിമ്മിച്ച്, പിന്നെ മെസ്സി. നമുക്ക് ചെറിയൊരു ബ്ലോക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുവാരസിന് അടിച്ചോ ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഗോൾ തന്നെ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ സ്മിഡേനെ വെച്ചിട്ട് കിടിലിന് ഒരു ഗോൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ മെസ്സി പാസ് തന്നുകൊണ്ട് അടിക്കാൻ പറ്റി ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് റൈഗാർഡ് ടു നമ്മുടെ അക്കാഞ്ചി. ഈ അക്കാഞ്ചിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റാണ് ഗൈസ്. കാരണം അക്കാഞ്ചി എനിക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയ കിമ്മിച്ച്, പിന്നെ അതുപോലെ ബഫണൊക്കെ വന്നിട്ടുണ്ട്. കിമ്മിച്ച് ടു നമ്മുടെ ജെറാഡിലേക്ക്, അല്ല സോറി ഗ്രീസ്മാനിലേക്ക്, ഗ്രീസ്മാൻ ടു നമ്മുടെ സുര ടു അടിച്ചോ. ഓ ഏതാ ഇത് ഗൈസ്, നല്ല ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഗോള് നമ്മൾ അടിച്ചു. ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഗൈസ്, അല്ലേ അത് എനിക്ക് ഗൈസ് കഴിഞ്ഞ ദിവസം ഇതുപോലെയായിരുന്നു നമ്മുടെ. അപ്പൊ ഗൈസ് ആ ഒരു ഓപ്പോണന്റ് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഡിവിഷൻ മാച്ച് നമുക്ക് ഇത് എവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലത്തെ ഓപ്പോണന്റ് നമുക്ക് നോക്കിയാൽ ഗൈസ്. അപ്പൊ ഇതിൽ നമ്മുടെ ഡെക്ലാൻ റൈസ് ഉണ്ട്, സിൽവസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ കോഡിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഹാഫ് നമ്മുടെ നെയ്മറിനെ ഇട്ടിട്ട് ഇതാക്കുകയാണ്. ഒലിവർ ഗാനും മാറ്റി ഞാൻ നമ്മുടെ മെസ്സിനെ ക്യാപ്റ്റൻ ആക്കുന്നുണ്ട്. സാവിലോൺസ്റ്റർ, ജെറാഡ് അത്യാവശ്യം എല്ലാവരും ഫോമിലാണ്. മെസ്സിന്റെ ലേശം ഒരു ഇതുണ്ടെങ്കിൽ അത് ഇല്ല. നമുക്ക് മെസ്സിനെ വെച്ചിട്ട് പരമാവധി അസിസ്റ്റ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് മെസ്സി ഫുൾ ടൈം കിടന്നോട്ടെ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ നമുക്ക് എന്തായാലും ഈ ഹാളന്റ് നമ്മുടെ ഹാരിക്കൻ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് 2CF കോംബോ ഇല്ലേ, ഡീപ് പ്ലേയിങ് ഫോർവേഡും ഫോക്സ് ഇൻ ദ ബോക്സ് ആണെന്ന് തോന്നുന്നു ഹാളന്റ്. അതെ തോന്നുന്നു. അപ്പൊ മെസ്സി നമ്മുടെയാണ് ഫസ്റ്റ് ചെയ്ത്. ബാർസലോണ വേഴ്സസ് ബാർസലോണ കേട്ടോ മച്ചാമാര്. ജെറാഡ്, പിന്നെ സുര ഗൈസ്. ഇനിയിപ്പോ എല്ലാ ആഴ്ച നമുക്ക് ഫ്രീ ട്രൈ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നിങ്ങളെല്ലാവരും മാക്സിമം ഫ്രീ ട്രൈ കളിച്ചെടുത്തോ ഗൈസ്. നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റും. ഡിമാർക്കോ അവിടെ ഒരു ക്രോസ് ബെക്കമ്പർ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നെയ്മർ ഗൈസ്. ഈ ഒരു നെയ്മർ എന്ന് വെച്ചാൽ കുറച്ച് സ്കില്ല് ഇതുള്ളതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബ്ലിക്സ് അടിക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു കോഡിയകളും ഇതാക്കിയെന്ന്. കോഡിയകളുടെ ഒരു ത്രൂ അല്ല റൗട്ട് കലസിന് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു നമ്മുടെ നെയ്മർ ടു ലയണൽ മെസ്സി, പിന്നെ നെയ്മർ സാബിലോട്സ് കിട്ടിയിട്ടുണ്ട്. സിൽവസ്റ്റർ എടുത്തു മച്ചാമൻ. ഈ LB സിൽവസ്റ്റർ കുറച്ച് സീൻ കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ, വെർത്താണ്. കാരണം കുറെ പേര് കണ്ടിട്ടുണ്ട് ഈ സെയിം സാധനം. പിന്നെ ഓക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ഓക്കെ പോട്ടെ മെസ്സി അടിച്ചോ. എന്റെ പോലെ കിടിലൻ ഷോട്ട്. അപ്പോ നേരത്തെ നമ്മുടെ സൂര്യയും ഇപ്രാവശ്യം നമ്മുടെ മെസ്സിയാണ്. അസിസ്റ്റ് സുവാരസ് ആണെന്ന് തോന്നുന്നു. അതിവിടെ മെസ്സി 13 സെക്കൻഡ് അടിച്ചു. നമുക്ക് ലാസ്റ്റ് സുവാരസ് കോഡി ബ്ലൂ. പിന്നെ മച്ചാൻ നിങ്ങൾ ഏത് പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യണേ. നെയ്മറിന്റെ 2014 വർഷം പാക്ക് വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ഇതിന്റെ ബാക്ക് എത്തുന്നുണ്ട്. അടുത്തൊരു ചാൻസ് ചെല്ലിനി ഗൈസ്. അതൊരു ചെറിയ ചാൻസ് കിട്ടിയതായിരുന്നു. എനിക്കൊന്നും കോഡിയഗ്ലുവിനെ ഈ ഡിമാർക്കോനെ വെക്കുന്ന ഇവിടെ വെച്ച് ഡിപ്സ് അടിക്കാനുള്ള പരിപാടിക്കാൻ തോന്നുന്നു. പോട്ടെ മെസ്സി. ഇവിടുന്ന് ഒരു ത്രൂ പാസ് കൊടുത്ത നൈസ് ആയിരുന്നല്ലോ. കൊടുത്തിട്ട് കാര്യമില്ല. മെസ്സി അയ്യോ ചേ എടാ ഞാൻ സത്യം ബ്ലിറ്റ്സ് അടിക്കാനാണ് വിചാരിച്ചത്. ജെറാഡ് മെല്ലെ ഇവിടെ
സനേരി ചെറിയൊരു ബാലൻസ് ഇഷ്യൂ ഉണ്ട് ഗൈസ്. സാബി അലോൺസോ ഇത് പോയി കൂടിയുള്ളൂ. ഡെക്ലാൻ റൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും. റൈഗാർഡ് ടു നെയ്മർ. ഇത് എന്തൊരു ടഫ് ഇതുണ്ട് ഗൈസ്. ഒരു ഇതുണ്ട് നെയ്മർ. ഓക്കെ നമ്മുടെ ജെറാഡ് ഇല്ല മാർക്കിനസ് പിന്നെ ഡിമാർക്കോ. അപ്പൊ ബ്ലിറ്റ്സ് അടിക്കാനുള്ള പരിപാടിക്കായിരിക്കും ഇവർ ആ രണ്ട് സൈഡ് കൊണ്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ഡ്രോപ്പ് ആയിട്ട് ഷെവ, ഇവര് ഷെവ മറ്റേ കോമ്പോയാ. ഷെവേന്റെ നമ്മുടെ സാബി എടുത്തു. എടാ ഈ മുന്നിൽ നിന്ന് ആരെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ എന്താ പറയുക കേറിപ്പോയ പണിയോ. കഫു സൂപ്പർ പോട്ടെ പോട്ടെ പോട്ടെ. സാബി നമ്മുടെ മെസ്സി നല്ലൊരു പാസ്. റൈഗാർഡ് സുവാരസ് നെയ്മർ നല്ലൊരു പാസ്. വീണ്ടും വീണ്ടും കയറട്ടെ. ആ എടാ അതെന്തായാലും കേസ് ഓഫ് സൈഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അടിക്കാൻ കിട്ടില്ല. കാരണം എന്തായാലും ഗോൾ പിടിക്കും. ഒലിവർ കാന്റ് നമ്മുടെ നല്ലൊരു ചാൻസ് കിട്ടുന്ന. റൈഗാർഡ് സുവാരസ് ഒരു പാസ് കിട്ടും നോക്കട്ടെ ഗൈസ്. എടാ വെക്കമ്പർ എടുത്ത് കൈസ് ഇത്തിരി അങ്ങനെ ചെയ്ത സുവാരസിനെ വെച്ചിട്ട് അടിച്ചതിന്റെ മതിയായിരുന്നു. വെറുതെ ഞാൻ അവിടേക്ക് പാസ് അടിച്ചു. ജെറാഡ് ഗൈസ് ഇച്ചിരി ഹെവി ഉണ്ട്, അതെനിക്ക് തോന്നിയാണോ. ജെറാഡ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു നമ്മുടെ സാബി. മെസ്സി സുവാരസ് അടിച്ചോ. ഇനിയുമാര് സമ്മതിക്കില്ല. കാരണം എന്താ പറയുക, നമ്മൾ അവിടെ നിന്ന് അടിച്ചതുകൊണ്ടേ. സാബി നെയ്മർ സുവാരസ് ജെറാഡ് മെസ്സി ജെറാഡ് സുവാരസ് അടിച്ചോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മൾ കുറച്ചേരം വട്ടം കറക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ഗോൾ ഗൈസ്. അപ്പൊ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. ബെക്കംബർ ടു നമ്മുടെ സിൽവസ്റ്ററിലേക്ക് ഡിമാർക്കോ. ഗൈസ് ഈ ഒരു ലീഡ് പിടിക്കണം, കാരണം സെക്കൻഡ് ഹാഫ് എന്തൊക്കെയാ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഒപ്പോണന്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഇനി ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എന്താവും അറിയാം. കാരണം അത്യാവശ്യം നല്ല ഒപ്പോണന്റും ആണ്, പിന്നെ അമോറിം മാനേജറാണ്. പിന്നെ എപ്പോഴാണ് കംബാക്ക് അടിക്കുക, വലിയ ലാഗ് വന്നു കഴിഞ്ഞാൽ അതുമായി. അപ്പോൾ ഡ്രോപ്പ് ആയിട്ട് ബെക്കംബർ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവന്മാര് DMF ബെക്കംബറിനെ വെച്ചേക്കുന്നത് ഡ്രോപ്പ് അടിച്ച് ഇനി ഇവന്മാർ അടിച്ചു കളിക്കണോ. ഇതെന്താ ഗോളി എടുക്കാണ്ടിരിക്കുന്നത്. ഞാൻ ഗോളി ഒന്നുണ്ടോ. ടോണി ആഡംസ് ചിലപ്പോൾ ലാഗ് ആയി കഴിഞ്ഞാൽ ഗൈസ് അബദ്ധത്തിലെങ്ങാനും വലിയ ഗോളും കയറി കഴിഞ്ഞാൽ നമ്മള് 2 ഗോൾ അടിച്ചൊക്കെ വെറുതെ ആവും. ഇവന്മാർ ശ്രദ്ധ ചെയ്തിട്ടുണ്ടോ. ഗ്രീസ്മാൻ പോട്ടെ പോട്ടെ. ഡെക്ലാൻ റൈസ് ഗൈസ് ഇത് ഓൾറെഡി ആ ബിഗ് ടൈം ഡെക്ലാൻ റൈസ് ആണ്. അപ്പൊ നിങ്ങൾ ഇന്നലെ ആ ഷോട്ടേ കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ഹാളൻഡിന്റെ ഒക്കെ. ഈ ഹാളൻഡ് അല്ല മെസ്സിന്റെ ഒക്കെ അത് എടുത്തവരുണ്ട്. കമന്റ് ചെയ്യാൻ ഞാൻ എന്തായാലും കിട്ടിയാൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ സുവാരസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓക്കെ മെസ്സി പോട്ടെ പോട്ടെ. ഓൾറെഡി ഇമ്മൽ എടുക്കുന്നുണ്ടേ. ഡ്രോപ്പ പിന്നെ മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു ഗൈസ് ഒരു പ്രീമിയം ബാക്ക് ശരിക്കും വരണ്ടയാണ് നമ്മുടെ മെസ്സിന്റെ ഒക്കെ. വെയിറ്റ് ചെയ്യാൻ ഗ്രീസ്മാൻ. മെസ്സിക്ക് നമ്മുടെ സുരയിലേക്ക് സുവാരസ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റണ്ടിങ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ സുവാരസ് കിട്ടിയില്ല ഗൈസ്. റൈഗാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ് മറ്റേ കാലത്തട്ടിപ്പ് ഗൈസ്. അല്ലെങ്കിൽ കിട്ടിയില്ല ഷോട്ട് അടിക്കായിരുന്നു. സ്റ്റണ്ടിങ് ഒന്നും ഞാൻ അടിച്ചില്ല നമ്മുടെ സുരേനെ വെച്ചിട്ട്. ഡ്രോപ്പ ഗൈസ് ചെറിയൊരു തടസ്സമുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഒരു ത്രോ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയോ ഗൈസ്. ഗൈസ് അപ്പൊ ഇനിയാണ് നമ്മുടെ ആശാമാർ ഇറങ്ങുന്നത്. ഹാളൻഡ് ഹാരിക്കെയിന് ഞാൻ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹാളൻഡും ഹാരിക്കെയിന്റെ കോംബോ എങ്ങനെയുണ്ട് നോക്കി വെക്കാം. 2 ഗോളി ലീഡറിലോണ്ട് സീനില്ല. ഇനി അവര് എന്തായാലും ബാക്കി അടിച്ചോളും ഗൈസ്. ഇവര് ഇത് ബെക്കം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ ഹാരിക്കെയിൻ നമ്മുടെ കുറച്ച് ത്രൂ ഇട്ട് കൊടുത്താൽ ഞാൻ തൊട്ട് പാസ് അടിച്ചിട്ട് പെട്ടെന്നായതുകൊണ്ട് കിട്ടില്ല. ബെക്കംബർ പക്ഷെ ഇതെന്തൊരു ടൈറ്റ് ഗൈസ്, ഒരു ചെറിയ ടൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ട് പറയണം, കമന്റ് ചെയ്യണം ഗൈസ്. ഗ്രീസ്മാൻ അത് ടൈം എടുത്ത് കഴിച്ചു. ഞാൻ എന്താ അറിയുക സത്യം പറഞ്ഞാൽ ഇവിടെ വരെ ജെറാഡിലേക്ക് പാസ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ കറക്റ്റ് ടൈമിൽ പോയില്ല. റൈഗാർഡ് ഗൈസ് ഈ ഒരു റൈഗാർഡ് നമുക്ക് വെറുത്താട്ടോ സംഭവം. ഡെയിലി ഗെയിമിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു കാർഡ് തന്നെയാണ്. മിക്ക ആൾക്കാർക്കും തിരക്കി കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ കാർഡാണ് ആങ്കർമാൻ. ഇത് ഹാളൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ട്, നടന്നില്ല. ഈ ചെലിനിയല്ല മാർക്കിനസ് പിടിച്ചു നമ്മുടെ ഹാളൻഡിനെ. റൗൾ ടു നമ്മുടെ ഡ്രോപ്പയിലേക്ക് പോയി. ഡ്രോപ്പ ടു പിടിക്കുക. ആ ഇവര് എംബാപ്പെ ഇറക്കിയിട്ടുണ്ട്. പിടിച്ചോ. ഓ ഗൈസ് എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് സൈഡിൽ കൂടെ പോയി. എല്ലാവരും മിക്കവാറും ഗോളും ആക്കിയാലേ. കറക്റ്റ് ഗൈസ് ഇച്ചിരി നേരം ആകുമ്പോൾ വെച്ചടിച്ചായിരുന്നെങ്കിൽ അത് ഗോൾ ചിലപ്പോൾ ആയിപ്പോയനെ ഗൈസ്. അപ്പൊ നമ്മൾ ഉലുവക്കാൻ വെച്ച് ഷോട്ട് ചെയ്തിട്ടുണ്ട്. പോട്ടെ ഹാളൻഡ് പിന്നെ സാബി അലോൺസോന്റെ പവർ പറഞ്ഞല്ലോ, അതായത് ശ്രദ്ധിച്ചില്ല. ഡ്രോപ്പ പിന്നെ ബെക്കംബർ ഗൈസ്. ഞാൻ ഓൾറെഡി എല്ലാവരും ഇറക്കുന്നില്ല. ഡെക്ലാൻ റൈസ്
എംബാപ്പെ ആ കിടിലൊരു ബ്ലോക്ക് ഗൈസ്. ബെക്കംബർ ബ്ലോക്ക് വെച്ചോണ്ട് അത് ഗോൾ കയറിയില്ല. ഇനി കോർണർ നോക്കിയാൽ മതി. അവര് റൊണാൾഡോനെ അല്ലെ ഹൈറ്റുള്ള പ്ലേയേഴ്സിനെ ഇട്ടിട്ട് അടിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കട്ടെ. ഡെക്ലാൻ റൈസ് ആണ് നമ്മുടെ കോർണർ അടിക്കുന്നത്. കോർണർ ഡെക്ലാൻ റൈസ്, എംബാപ്പെ, നെയ്മർ പിടിച്ചോ ബെല്ലിംഗം പിടിച്ച ഞാൻ ബെല്ലിംഗത്തിന് ഇറക്കിട്ടോ CMF ആയിട്ട്. ഗ്രീസ്മാൻ, നമ്മുടെ ഹാളൻഡ്. ഗൈസ് ഇതെന്താണെന്നറിയോ, ചില സമയത്ത് ബോഡി ബാലൻസ് കിട്ടുന്നില്ല, അതുകൊണ്ട് ചെറിയ സീനുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ടേൺ ചെയ്യാനും പറ്റാത്തൊരു കുഴപ്പമില്ല. ബാക്കി ഹാളൻഡിന്റെ ഷൂട്ടും കാര്യങ്ങളും അടിപൊളിയാണ്. പിന്നെ ഒരു അടിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞ. പാസ് ആ ലീഡ് ഗോളാണ് നമ്മളിപ്പോഴും ഇത് നിർത്തുന്നത്. എടാ പിടിയുടെ ടോണി ആഡംസ്, പാർക്ക്, ഇവരെപ്പോഴും പാർക്കിനെ ഇറക്കി. എടാ ഈ പാളിയോ എന്റെ പൊന്ന് ഗൈസ്. എടാ കിടിലിനൊരു ഗോള്. ഓഫ് സൈഡ് ആണോ? അല്ല ഗൈസ്, കിടിലിനൊരു ഗോൾ. അത് അവൻ എങ്ങനെ പാസ് അടിച്ചു ഗൈസ്? കറക്റ്റ് ടൈമിൽ എംബാപ്പെ അടിച്ചു. അപ്പൊ മച്ചാമാരെടാ ഇനി സൂക്ഷിക്കണ ഗ്രീസ്മാൻ ടു നമ്മുടെ കഫൂലേക്ക് 89 ലാസ്റ്റ് 2-2 കഴിഞ്ഞ പണിയാവും ഗൈസ്. ഗ്രീസ്മാൻ ടു ബാക്കിലേക്ക് കഫു, നമ്മുടെ ഗാഡിയോള ഓട്ടോമാറ്റിക് ഇറങ്ങിട്ടോ ഗൈസ്. ഹരിക്കയിൽ പോയി ഡെക്കാൻ ഗൈസ്. പാർക്ക് കിട്ടിയിട്ടുണ്ട്. റൈഗാർഡ്, നമ്മുടെ ഗാഡിയോള ടു നമ്മുടെ ഗ്രീസ്മാൻ. ഓക്കെ ടേൺ ചെയ്തോട്ടെ. ഓക്കെ പോട്ടെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഗാഡിയോള ഒരു ത്രൂ പാസ് അടിച്ചോ ഹാളൻഡ്. എന്റെ പൊന്നി ഗൈസ്. അപ്പൊ എന്തായാലും ഹാളൻഡ് വെച്ച് നമ്മളൊരു കിടിലൻ ഗോൾ അടിച്ചിട്ടുണ്ട്. ത്രൂ പാസ് കറക്റ്റ് ടൈമിലും ടേണും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പൊ 3-1 ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു കമ്പാക്ക് അടിക്കില്ല, കാരണം ക്ലിയർ ചെയ്ത് കളയാം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 3-1 കിടിലായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് ഹാളൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കാർഡ് തന്നെയാണ്. സ്റ്റണ്ണിങ് ഓൾറെഡി നല്ലോണം കളിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അല്ലാത്തൊരു ടൈമിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാരിക്കാനായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഡീപ് പ്ലേയിങ് ഫോർവേഡ് കാർഡാണ്. നമ്മുടെ ഇംഗ്ലണ്ടിന്റെ പാക്ക് വന്ന അതേ പ്രീമിയം പാക്ക് പോലത്തെ കുറച്ചുകൂടെ ഇത് ഏകദേശം കുറച്ച് അതിനോട് കുറവാണെങ്കിലും നല്ല കാർഡാണ്. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് ആരെ കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യാം. മെസ്സിയൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇനിയും ഓൾറെഡി വരാനുണ്ട് ഓരോ ദിവസമായിട്ട് വെച്ചാൽ. ഇപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ ലൈവ് ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ഗൈസ്.